ഹലോ കുട്ടീസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കേശു സ്കൂളിലൊന്നും പോയില്ല. ഇന്ന് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷനാണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ വരെ പോയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നത്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാൻ റെഡിയായി. ഞാനും കേശുവും കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. ഞാനേ അമ്പലത്തിൽ പോകുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കേശുവും കൂടെ വരണമെന്നും പറഞ്ഞ് കരച്ചിലായിരുന്നു. അതുകൊണ്ടപ്പോൾ ഞാനും കേശുവിനെയും കൂടെ പെട്ടെന്ന് ഒരുക്കി. പിന്നെ കേശു വേണ്ട കർപ്പൂരം വാങ്ങിക്കാൻ നിൽക്കുന്നു. കർപ്പൂരം നമ്മൾ കത്തിക്കാൻ വേണ്ടി. പിന്നെ അകത്ത് കയറി തൊഴുത്. ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്, എല്ലാ വ്യാഴാഴ്ചയും വരുന്ന അമ്പലമാണിത്. അപ്പം കർപ്പൂരമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഓരോ ഇതിലും വെക്കുന്നുണ്ട്. ഇവിടെ വന്ന കേശുവിൻ്റെ മെയിൻ പരിപാടിയാണ് ഇങ്ങനെ മണി അടിക്കുന്നത്. എല്ലാ നടയിലും പോയി ഇങ്ങനെ മണി അടിക്കണം. അത് അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതിനുവേണ്ടിയാണ് അവൻ ഇവിടെ അമ്പലത്തിൽ വരുന്നത് തന്നെ. അപ്പോൾ അത് അയ്യപ്പൻ്റെയൊക്കെ ഇതായിരുന്നു. അവിടെ മണി അടിച്ച്. ഇത് യക്ഷിയമ്മയുടെ ഇതാണ്. അപ്പോൾ അവിടെ ഇനി മണി അടിക്കണം, കർപ്പൂരം വെക്കണം. എല്ലാ നടയിലും കർപ്പൂരം വെക്കും. എന്നിട്ട് കർപ്പൂരം വെച്ചിട്ട് തൊഴുതിട്ടാണ് മണി അടിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ മണിയൊക്കെ അടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ്. ഇതാണ് അവിടുത്തെ അമ്പലക്കുളം. ഒത്തിരി മീനുണ്ട്, ഒത്തിരി മീനെന്ന് പറഞ്ഞാൽ ഒത്തിരി മീൻ. അതിന് ഞങ്ങൾ മലരൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ മലര് വാങ്ങിച്ചു കൊടുത്തില്ല. കണ്ടില്ലേ മീൻ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മീനൊക്കെ. അവിടെ കേശു അങ്ങ് അവിടെ പോയി നിന്ന് മീനെയൊക്കെ നോക്കുവാണ്. അമ്മയെ നേടി ഇവിടെ ഒത്തിരി മീനുണ്ട് അമ്മയെ. വരാലൊന്നുമല്ല, സിലോപ്പിയാണെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ടോ, നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മതി. അതൊക്കെ മീനുകളാണ് ഇങ്ങനെ പോയിക്കുന്നത്. പിന്നെന്താണ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വേണം നമുക്കിനി ഹെൽത്ത് സെൻറ്ററിൽ പോകാൻ. ഇതാണ് എൻ്റെ ഫ്രണ്ട്, അവളും ഉണ്ടായിരുന്നു. അവളുടെ പേര് മേഘയെന്നാണ്. പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ വന്ന്. നമ്മൾ തൊട്ടടുത്താണ് ഹെൽത്ത് സെൻറ്ററും. ഹെൽത്ത് സെൻറ്ററിൽ വന്നപ്പോൾ എന്തുവാ, എല്ലാവരും അവിടെ ഉള്ളവർ തന്നെയായിരുന്നു. 5 വയസ്സിൻ്റെയും 10 വയസ്സിൻ്റെയും 15 വയസ്സിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്ന കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ കേശുവിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടാണെന്ന് ആണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അപ്പോൾ വെയിറ്റൊക്കെ നോക്കിക്കഴിഞ്ഞ് നമ്മളാണെങ്കിൽ അവിടുത്തെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അവിടെ ഇരിക്കുന്നത്. പുള്ളിയെല്ലാം നോട്ട് ചെയ്യും, പേരും അഡ്രസ്സും ഒക്കെ നോട്ട് ചെയ്ത്. നമുക്കൊരു ബുക്കുണ്ടല്ലോ, ആ ബുക്കൊക്കെ വെച്ച് നോക്കും. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വയ്യേ, എനിക്ക് പോണേ, എനിക്ക് ഇഞ്ചക്ഷനൊന്നും വേണ്ടതെന്നും പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിർത്തി. മുട്ടായിയൊക്കെ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഒരു ലോലിപോപ്പ് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ മറന്നുപോയായിരുന്നു. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, കൊച്ചു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് 4 ഇഞ്ചക്ഷൻ, 2 ഇഞ്ചക്ഷൻ കയ്യിലും 2 ഇഞ്ചക്ഷൻ കാലിലും ഒക്കെ ആയിട്ട്. പിന്നെ എന്നോട് പറഞ്ഞ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്കിന് ആ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മളെ വിളിച്ച് എല്ലാം പറഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ്റെ ആയിട്ടില്ല. വൈറ്റമിൻ 3-ാമത്തെ മാസത്തിലാണ് കൊടുത്തത്. ഇനി വൈറ്റമിൻ കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ വൈറ്റമിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഇഞ്ചക്ഷനാണ്. അങ്ങനെ എല്ലാം എഴുതിയൊക്കെ എടുത്ത്. പിന്നെ അഡ്രസ്സും നമ്മുടെ ഫോൺ നമ്പരും ഒക്കെയാണ് അവർ നോട്ട് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞിടേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവരും അങ്ങനെ പോകുന്നതല്ലേ. ചുമ്മാ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞാണ്. അപ്പോൾ മറന്നിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പോയി വാക്സിൻ എടുക്കണം. 5 വയസ്സിൻ്റെയൊക്കെ വാക്സിനും ഇപ്പോൾ 10 വയസ്സിൻ്റെ വാക്സിനും 15 വയസ്സിൻ്റെ വാക്സിനൊക്കെ ഉണ്ടായിരുന്നു. 5 വയസ്സിൻ്റെയൊക്കെ വാക്സിൻ എടുക്കാൻ മറന്നവരൊക്കെ ആണെങ്കിൽ പോയി വാക്സിനൊക്കെ എടുക്കണം. പിന്നെ കുറച്ച് ടെമ്പറേച്ചറൊക്കെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എടുത്തപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. അപ്പുറത്തൊരു കുഞ്ഞ് വാവയാണ് വാക്സിൻ എടുക്കുന്നത്. അതിന് 4 ഇഞ്ചക്ഷനുണ്ട്, കാലിലും കയ്യിലും ഒക്കെയാണ്. അടുത്തത് നമ്മുടെ കേശു വേണ്ട ഇരുന്ന് അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞ് വാക്സിൻ എടുക്കാൻ. അടുത്തത് നമ്മുടെ കേശുവാണ് വാക്സിൻ എടുക്കുന്നത്. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വാക്സിൻ എടുക്കാൻ വേണ്ടി. ആൾ ഭയങ്കര വിഷമത്തിലാണ്. പിന്നെ അങ്ങനെ നമ്മൾ വാക്സിൻ എടുക്കാൻ ഇരുന്നപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒന്നും പറ്റത്തില്ല വാക്സിൻ എടുക്കുന്നത്. പിന്നെ അതങ്ങ് മാറ്റി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സക്സസ്ഫുള്ളി വാക്സിനൊക്കെ എടുത്ത് നമ്മളിവിടെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ വീട്ടിൽ വന്ന് ഒരു ഐസ്ക്രീമൊക്കെ ആൾക്ക് വാങ്ങിച്ചു കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.